ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറേ നാളായി നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കും നല്ലൊരു ഫേസ് പാക്ക് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ചൂടാണല്ലോ, ഭയങ്കര ചൂടാണ്. ഒട്ടും ഫാൻ ഇടാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം സംസാരിച്ചിട്ട് ടൈം കളയുന്നില്ല. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുതുതായി ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. റാഗി വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിലെല്ലായിടത്തും റാഗി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാം, പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വേഗം തന്നെ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് പോയിട്ട് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് റാഗിയാണ് വേണ്ടത്. റാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മുത്താറി എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ എടുക്കുന്നത് 1 സ്പൂണാണ്. അതിലേക്ക് 2 സ്പൂൺ പാലാണ് എടുക്കുന്നത്. അത് റോ മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. കാച്ചാത്ത പാലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിലാക്കി ആകും കേട്ടോ. അപ്പോൾ നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഭയങ്കര സിമ്പിളാണ്. വെറും റാഗിയും പാലും മാത്രം മതി. റാഗി എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് റാഗി എന്ന് പറയുന്നത്. റാഗിയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ പഴകിയെ പറഞ്ഞു തരാം. പിന്നെ പാലെന്ന് പറയുമ്പോൾ റോ മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റോ മിൽക്ക് എടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ നന്നായിട്ട് സ്കിൻ നന്നായി മോയ്സ്ചറായിട്ട് ഇരിക്കാനും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് പാല്. ചില സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റില്ല, പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളൂ. പാലിന് പകരം നമുക്ക് തൈര് ആഡ് ചെയ്താൽ മതി കേട്ടോ. തൈര് ആഡ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ. എന്നിട്ടും പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമ്മൾ എന്ത് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഞാൻ സംസാരിച്ചിട്ട് ടൈം കളയുന്നില്ല. ഞാൻ വേഗം തന്നെ നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫേസ് ഇവിടേക്ക് നന്നായിട്ടൊന്ന് ഗ്ലോ ആവാറുണ്ട്. എനിക്ക് നന്നായിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടാറ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗം തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി. ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്ത് വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് പാക്കും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും പാക്കുകൾ ഇടാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വാഷ് ചെയ്ത് വെക്കാം. വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് സ്ക്രബ്ബറിൻ്റെ ആവശ്യം നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ സ്ക്രബ്ബറിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി നമുക്ക് നല്ലൊരു ഫേസ് പാക്കും നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് നമ്മുടെ ഈ റാഗിയുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. റാഗിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കുറച്ച് കണ്ടോ, ഇങ്ങനെയാണ്. നല്ല സ്മൂത്തും ആണ്, എങ്കിൽ കൂടിയും കുറച്ച് തെരി ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി വെക്കാം. എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. കാട്ടും ഞാൻ നന്നായിട്ട് വയർക്കുന്നുണ്ട്. ഫാൻ ഇടാത്തത് കൊണ്ട് നന്നായിട്ട് വയർക്കുന്നുണ്ട്. ഫാൻ ഇട്ടാൽ ഓൾറെഡി ഞാൻ ഫോൺ വോയിസ് ചെയ്യണം. കാരണം എനിക്ക് ഈ വീഡിയോയിൽ ഒരു തരം സൗണ്ട് ഉണ്ട്. എനിക്ക് ഫാനിൻ്റെ സൗണ്ട് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു ക്ലാരിറ്റി നഷ്ടപ്പെടും വീഡിയോയുടെ. അതുകൊണ്ട് ഞാനത് ഫാൻ ഇടാത്തത് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ചൂടെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട വേഗം തന്നെ കൂടുതൽ നേരം സംസാരിച്ച് കണ്ട് നമ്മുടെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ഞാൻ വേഗം തന്നെ നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കി. പോണിറ്റെയിലാണ് കെട്ടിയിരിക്കുന്നത്. കെട്ടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കട്ടെ. ഫേസിലേക്ക് എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫേസ് പാക്ക് ഒരു 20 മിനിറ്റ്സ് എങ്കിലും കീപ്പ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ 20 മിനിറ്റോളം ആയിക്കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതേപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ നന്നായിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് ഡ്രൈ ആവണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട്, ഐസ് ക്യൂബ് കാണണമെന്നറിയില്ല, ഇതാണ് ഐസ് ക്യൂബ് ഇട്ട് വെള്ളം നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു നമ്മളെ മേക്കപ്പ് റിമൂവറൊക്കെ ഒരു പാഡല്ലേ, ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു പാഡാണിത്.
ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ. ഫേസ് പാക്കൊക്കെ ഇട്ട് തന്നെ റിമൂവ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വല്ലാണ്ട് ഇങ്ങനെ ഉരച്ചെടുക്കരുത് കേട്ടോ നമ്മളതിങ്ങനെ. അപ്പോൾ ഞാനിത് നമ്മുടെ തണുത്ത വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ എടുത്ത റിസൾട്ട് നോക്കി നോക്കാം. വാ, അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്തെ തന്നെ നല്ല എന്താ പറയുക, കുറച്ച് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയ പോലുണ്ട്. നേരത്തെ കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ ഫേസിലേക്ക്. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് നന്നായിട്ട് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നോക്കി നോക്കാം. പിന്നെ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്തായാലും നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഫേസിലത്തെ കളർ വേറെ, നെക്കിലത്തെ കളർ വേറെ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും. കാരണം വെച്ചാൽ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടും കഴുത്ത് ഭയങ്കര ഡാർക്ക് ആയിട്ടും തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടില്ല. നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. കണ്ടിന്യൂസ്ലി 7 days എങ്കിലും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 7 days നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിൻ ബ്രൈറ്റൻ ആവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത ഒരു അടിപൊളി ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അലർജിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അലർജിക്കും കാര്യങ്ങളും പാലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദയവിച്ചത് സ്കിപ്പ് ചെയ്ത് തൈര് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ, ലവ് യു ഓൾ.